നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. 30 കൗൺസിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ലേബർ സർക്കാർ യു-ടേൺ. ഇംഗ്ലണ്ടിലെ 30 കൗൺസിലുകളിലേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം നിയമപരമായി സാധ്യമല്ലെന്ന് വന്നതോടെ സർക്കാർ അത് പിൻവലിച്ചു. ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് റീഡാണ് ആദ്യം ഈ തെരഞ്ഞെടുപ്പുകൾ 2027 വരെ മാറ്റിവെക്കാനുള്ള അനുമതി നൽകിയത്. പ്രാദേശിക സർക്കാരിലെ വലിയ പുനഃസംഘടന കാരണം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ ചെലവിനെക്കുറിച്ചുള്ള ചില കൗൺസിലുകളുടെ ആശങ്കകളാണ് ഇതിന് കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ റിഫോം UK പാർട്ടി ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നിയമ നടപടി ആരംഭിച്ചതോടെയാണ് സർക്കാർ മലക്കം മറിഞ്ഞത്. ഈ തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി വിമർശിച്ചു. റിഫോം UKയുടെ നിയമ നടപടികൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പുകൾ മെയ് 2026 തന്നെ നടത്താൻ സർക്കാർ തീരുമാനമെടുത്തു. കൂടാതെ റിഫോം UKയുടെ നിയമ നടപടികൾക്കുള്ള ചെലവായി ഏകദേശം £1,00,000 മുതൽ £1,50,000 വരെ സർക്കാർ വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ കടുത്ത വിമർശനം നേരിടുകയാണ്. നിരവധി കക്ഷികൾ സർക്കാരിൻ്റെ പ്രതീക്ഷിക്കാവുന്ന നാടകീയ മാറ്റം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു. തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കുന്നതിലൂടെ സർക്കാരിന് രാഷ്ട്രീയമായി ഗുണം ലഭിക്കുമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കാൻ ആവശ്യമായ സമയം നഷ്ടപ്പെട്ടുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. മാറ്റിവെച്ച തെരഞ്ഞെടുപ്പുകൾക്ക് പകരം 21 പ്രദേശങ്ങളിലെ കൗൺസിലുകൾക്കായി £63 മില്യൺ അധിക ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UK-യിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത. മുന്നറിയിപ്പുമായി മെറ്റ് ഓഫീസ്. UK-യിൽ വീണ്ടും അതിശൈത്യം എത്തുന്നു. താപനില ഗണ്യമായി താഴാനും മഞ്ഞുവീഴ്ചയുണ്ടാകാനും സാധ്യതയുള്ളതിനാൽ മെറ്റ് ഓഫീസ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 8 രാവിലെ 10 വരെ ഡെർബി മുതൽ സ്കോട്ട്ലൻഡ് വരെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. ചില ഉയർന്ന പ്രദേശങ്ങളിൽ 15 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിൽ 1 മുതൽ 3 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് പ്രവചനമുണ്ട്. മഞ്ഞുവീഴ്ചയും കനത്ത മഴയും കാരണം ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. റോഡ്, റെയിൽ ഗതാഗതം പലയിടത്തും വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ബ്ലാക്ക് ഐസ് രൂപപ്പെടാനും നിരത്തുകൾ വഴുക്കൻ സ്വഭാവം കാണിക്കാനും സാധ്യതയുണ്ട്. അതേസമയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നു. നിലവിൽ ഇംഗ്ലണ്ടിൽ 77 ഫ്ലഡ് വാർണിങ്ങുകളും 160 ഫ്ലഡ് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മുന്നറിയിപ്പുകളുടെ എണ്ണം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളോട് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടക്കൻ അയർലൻഡിലും ശക്തമായ കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. റോയൽ മെയിൽ കത്തുകൾ ആഴ്ചകളോളം കെട്ടിക്കിടക്കുന്നു. പാഴ്സലുകൾക്ക് മുൻഗണനയെന്ന് ജീവനക്കാർ. UK-യിലെ റോയൽ മെയിൽ സേവനത്തിൽ ഗുരുതരമായ കാലതാമസമുണ്ടെന്ന് ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്നു. കത്തുകൾ ആഴ്ചകളോളം ഡെലിവറി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നതായും പാഴ്സലുകൾക്ക് പ്രാധാന്യം നൽകുന്നതായും വിവിധ ഡെലിവറി ഓഫീസുകളിലെ ജീവനക്കാർ BBC-യോട് പറഞ്ഞു. ഈ കാലതാമസം കാരണം നിരവധി പേർക്ക് ആശുപത്രി അപ്പോയിൻമെൻറ്റുകൾ നഷ്ടപ്പെടുന്നതായും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും വൈകി എത്തുന്നതായും പരാതികളുണ്ട്. റോയൽ മെയിൽ നിയമപരമായി എല്ലാ ദിവസവും കത്തുകൾ വിതരണം ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിലും നിലവിലെ സാഹചര്യം ഇതിന് വിരുദ്ധമാണെന്ന് ജീവനക്കാർ പറയുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും പാഴ്സലുകൾക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യവുമാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. തങ്ങൾ പ്രതിദിനം 300-ലധികം പാഴ്സലുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അതിനോടൊപ്പം 800-ലധികം വീടുകളിലേക്ക് കത്തുകൾ എത്തിക്കണമെന്നും ഇത് അസാധ്യമാണെന്നും ഒരു പോസ്റ്റ്മാൻ പറഞ്ഞു. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പോലും ഇത്രയധികം കാലതാമസം ഉണ്ടായിരുന്നില്ലെന്ന് ജീവനക്കാർ ഓർക്കുന്നു. റോയൽ മെയിൽ അധികൃതർ കാലാവസ്ഥാ പ്രശ്നങ്ങളും ജീവനക്കാർക്കിടയിലെ ഉയർന്ന രോഗനിരക്കും കാരണം ചില റൂട്ടുകളിൽ കാലതാമസം നേരിടുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വർക്കേഴ്സ് യൂണിയൻ റോയൽ മെയിൽ ഒരു പ്രതിസന്ധിയിലുള്ള കമ്പനിയാണെന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യ-UK വ്യാപാര കരാർ ഏപ്രിലോടെ നടപ്പിൽ വരും. ഇന്ത്യയും UK-യും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 2026 ഏപ്രിലോടെ നടപ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK-യിൽ കരാർ അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2030ഓടെ $120 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. 2024-25 കാലയളവിൽ ഇത് $56.9 ബില്യൺ ആയിരുന്നു. കരാർ പ്രകാരം ഇന്ത്യൻ കയറ്റുമതിയുടെ 99% UK-യിലേക്ക് നികുതിരഹിതമായി പ്രവേശനം നേടും. ഇത് ഇന്ത്യയുടെ വസ്ത്രങ്ങൾ, ജിംസ്, ജ്വല്ലറി,
കാർഷിക ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ തുടങ്ങിയ തൊഴിൽ സാധ്യതയേറിയ മേഖലകൾക്ക് വലിയ നേട്ടം നൽകും. യുകെയുടെ വിസ്കി, ഓട്ടോമൊബൈൽ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വിപണി ലഭ്യത വർദ്ധിക്കും. IT, സാമ്പത്തിക, നിയമ, വിദ്യാഭ്യാസ സേവന മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടും. ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യുകെയിൽ 3 വർഷം വരെ സാമൂഹ്യ സുരക്ഷാ നികുതിയിൽ ഇളവ് നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് IT മേഖലയിലെ ഏകദേശം 60,000-ഓളം ജീവനക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നും ഏകദേശം 4,000 കോടി രൂപയുടെ ലാഭം സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഐൽ ഓഫ് മാൻ്റെ വ്യക്തിഗത നികുതി ഇളവുകളിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. ഐൽ ഓഫ് മാൻ്റെ ഈ വർഷത്തെ സാമ്പത്തിക പദ്ധതിയിൽ വ്യക്തിഗത നികുതി ഇളവുകളിൽ ഗണ്യമായ വർധനവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രഖ്യാപനം ചൊവ്വാഴ്ച നടക്കും. നിലവിൽ ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ നീക്കം ധനകാര്യമന്ത്രി ക്രിസ് തോമസ് അവതരിപ്പിക്കും. തൊഴിലാളികൾക്ക് നികുതി നൽകാതെ സമ്പാദിക്കാവുന്ന തുക വർദ്ധിപ്പിക്കുന്നത് മിനിമം വേതന വർധനവിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ ഏപ്രിൽ മുതൽ മിനിമം വേതനം 9.9% ഉയർത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് 5% കുറച്ചിരുന്നു. ഇത് ഏറെ ചർച്ചകൾക്ക് ശേഷം പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സ്ഥാപനങ്ങളുടെ ആശങ്കകൾ പരിഗണിച്ചെടുത്ത തീരുമാനമാണ്. പുതിയ വ്യക്തിഗത നികുതി ഇളവുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്നതായിരിക്കുമെന്നും ഇത് കാരണം ഒരുപാട് ആളുകൾക്ക് നികുതി നൽകേണ്ടി വരില്ലെന്നും പ്രതീക്ഷിക്കുന്നു. ക്രിസ് തോമസ് പറയുന്ന അനുസരിച്ച് ഈ മാറ്റങ്ങൾ ഏതാണ്ട് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. അതേസമയം ഉയർന്ന വരുമാനം നേടുന്നവർക്ക് നികുതി കപ്പ് സംവിധാനം കാരണം ഇത് വലിയ തോതിൽ പ്രയോജനപ്പെട്ടേക്കില്ല. ഈ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ട് ചെയ്യാനുള്ള ശ്രമമാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് പണപ്പെരുപ്പത്തിന് അനുസരിച്ച് നികുതി ഇളവുകൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കമാണെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. യൂറോസ്റ്റാർ ബോർഡിംഗ് സമയം 30 മിനിറ്റ് കുറയ്ക്കുന്നു. യൂറോസ്റ്റാർ യാത്രക്കാർക്ക് ഇനി ട്രെയിനുകളിൽ കയറാൻ കുറഞ്ഞ സമയം മതിയാകും. ലണ്ടനിലെ സെന്റ് പാൻക്രാസ് ഇന്റർനാഷണൽ സ്റ്റേഷൻ ബോർഡിംഗ് നടപടിക്രമങ്ങൾ പരിഷ്കരിച്ച് യാത്രക്കാരുടെ സമയം 30 മിനിറ്റ് വരെ കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഈ മാറ്റം സ്റ്റേഷനിലെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് റെയിൽ യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാനും ലക്ഷ്യമിടുന്നു. നിലവിൽ യാത്രക്കാർ പുറപ്പെടുന്നതിന് 60 മിനിറ്റ് മുമ്പെങ്കിലും സ്റ്റേഷനിലെത്തണം. പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ബോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് ക്യൂ നിൽക്കുന്നതും കാത്തിരിക്കുന്നതും കുറയ്ക്കും. യാത്രക്കാരുടെ എണ്ണം കൂട്ടാനും കൂടുതൽ ആളുകൾക്ക് ടെർമിനലിൽ കാത്തു നിൽക്കുന്നതിന് പകരം നേരിട്ട് ട്രെയിനിൽ കയറാനും ഇത് സഹായിക്കും. സ്റ്റേഷനിൽ 100 മില്യൺ പൗണ്ടിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ക്യൂ നിൽക്കുന്നതിനുള്ള സ്ഥലം വർദ്ധിപ്പിക്കാനും യാത്രാപ്രവാഹം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ഭാവിയിൽ പുതിയ അന്താരാഷ്ട്ര റെയിൽ ഓപ്പറേറ്റർമാരുടെ വരവിനും ഇത് തയ്യാറെടുക്കും. അതിർത്തി പരിശോധനകൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര റെയിൽ യാത്രയെ കൂടുതൽ ആകർഷകമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK ഇമിഗ്രേഷൻ ഏൺഡ് സെറ്റിൽമെൻറ്റ് നിയമങ്ങളിൽ മാറ്റം വരുന്നു. UKയിൽ സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസം ലഭിക്കുന്നതിനുള്ള കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തുന്നതും സാമ്പത്തിക സംഭാവനകളിലൂടെ സെറ്റിൽമെൻറ്റ് നേടുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതുമാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തിൽ നടന്ന കൂടിയാലോചനയിൽ 1,30,000-ലധികം പ്രതികരണങ്ങൾ ലഭിച്ചതായി ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചു. പുതിയ നിയമങ്ങൾ നീതിയുക്തമായി നടപ്പാക്കണമെന്നും നിലവിൽ UKയിൽ താമസിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കരുതെന്നും വിവിധ സംഘടനകളും MPമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ UKയിൽ താമസിക്കുന്നവരെ പുതിയ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൂടാതെ ഈ മാറ്റങ്ങൾ UKയുടെ ആഗോള മത്സരക്ഷമതയെ ബാധിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൂടിയാലോചന നടത്തിവരികയാണ്. എന്നാൽ 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി യോഗ്യതാ കാലയളവ് വർദ്ധിപ്പിക്കുന്നത് ഒരു അടിസ്ഥാന മാറ്റമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് UKയിലെ സാമൂഹിക ക്ഷേമ സംവിധാനത്തിൻ്റെ ചിലവ് കൂടുന്നത് പരിഗണിച്ച് നടത്തുന്നതാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതോടെ UKയിലെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ കാര്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.